ഇന്ത്യ വിരുദ്ധത പറഞ്ഞു നടന്നയാളാണ് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു. ഒടുവിൽ ഒരു ഗതിയും പരഗതിയുമില്ലാതെ ഇന്ത്യയുടെ കാല് പിടിക്കേണ്ടി വന്നു. അതോടെ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾക്ക് ഇന്ത്യ കുറച്ചൊക്കെ ക്ഷമിച്ചു. എന്നാൽ ചൈനയോട് അങ്ങനെ അങ്ങ് പൊറുക്കാൻ ഇന്ത്യ ഒരുക്കമല്ല. ചൈനയെ പൂട്ടാനുള്ള ലക്ഷ്യത്തോടെ നാവികസേനയുടെ 3 ഡിസ്ട്രോയർ ക്ലാസ് കപ്പലുകൾ തെക്കൻ ചൈന കടലിൽ ഇന്ത്യ വിന്യസിച്ചിരിക്കുകയാണ്. INS ഡൽഹി, INS ശക്തി, INS കിൽത്താൻ എന്നീ കപ്പലുകളെയാണ് ഇന്ത്യ തെക്കൻ ചൈന കടലിൽ വിന്യസിച്ചിരിക്കുന്നത്. തെക്ക് പടിഞ്ഞാറ് മലാക്ക കടലിടുക്ക് മുതൽ വടക്ക് കിഴക്ക് തായ്വാൻ കടലിടുക്ക് വരെ വ്യാപിച്ചു കിടക്കുന്ന പസഫിക് സമുദ്രത്തിൻ്റെ ഭാഗമാണ് ദക്ഷിണ ചൈന കടൽ. ചൈന, തായ്വാൻ, ഫിലിപ്പീൻസ്, മലേഷ്യ, ബ്രൂണൈ, ഇന്തോനേഷ്യ, സിംഗപ്പൂർ, കംബോഡിയ, തായ്ലാൻഡ്, വിയറ്റ്നാം എന്നിവയാണ് ദക്ഷിണ ചൈന കടലിൻ്റെ തീരത്തുള്ള രാജ്യങ്ങൾ. എണ്ണയും പ്രകൃതിവാതകവും മത്സ്യസമ്പത്തും ഉൾപ്പെടെ പ്രകൃതി വിഭവങ്ങളുടെ സമ്പന്നമായ ഉറവിടമാണ് ഈ പ്രദേശം. കൂടാതെ വളരെ തിരക്കേറിയ ഒരു അന്താരാഷ്ട്ര ജലപാതയാണ് തെക്കൻ ചൈന കടൽ. ഏതാണ്ട് $5 ട്രില്യൺ ഇതുവഴിയുള്ള ആഗോള വ്യാപാരം. ഇതുകൂടാതെ ചൈനയുടെ നേരിട്ടുള്ള അയൽപക്കം എന്നും ഈ പ്രദേശത്തെക്കുറിച്ച് പറയാം. അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് ഇന്ത്യ തങ്ങളുടെ 3 യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് മാനങ്ങളുണ്ട് ഇന്ത്യയുടെ ഈ നീക്കത്തിന്. ചൈന ഇന്ത്യക്കെതിരെ നടത്തുന്ന നീക്കങ്ങൾക്ക് മറുനീക്കമായും ഈ നടപടിയെ വിലയിരുത്തുന്നുണ്ട്. സമാധാന ശ്രമങ്ങൾ ഇരു രാജ്യങ്ങളുടെയും ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും സംശയത്തിൻ്റെ കണ്ണുകൾ കൊണ്ടാണ് ഇന്ത്യ ചൈനയെ കാണുന്നത്. പൂർവ്വകാല അനുഭവങ്ങൾ അത് ശരിവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ എന്താണിപ്പോൾ ഇന്ത്യ നടത്തിയ നീക്കത്തിൻ്റെ പ്രസക്തി? ഇന്ത്യ ഫിലിപ്പീൻസിന് നൽകിയ ബ്രഹ്മോസ് മിസൈലുകൾക്ക് ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ ചിലരെ കൂട്ടുപിടിച്ച് ചൈന നടത്തുന്ന നടപടികൾക്ക് തിരിച്ചടിയാണോ ഇന്ത്യ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ വളരെയധികം പ്രസക്തമാണ്. ഭൂവിസ്തൃതിയുടെ കാര്യമെടുത്താൽ ഏറ്റവും ചെറിയ ഏഷ്യൻ രാജ്യമാണെങ്കിലും ലോകത്തിലെ ഏറ്റവും ചിതറിക്കിടക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് മാലദ്വീപ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ മധ്യത്തിൽ ഒരു മതിൽ കണക്കെ നിൽക്കുന്ന ഈ രാജ്യം അതിൻ്റെ വലിപ്പത്തെക്കാളും സാമ്പത്തിക സ്ഥിതിയേക്കാളും കൂടുതൽ അതിൻ്റെ തന്ത്രപ്രധാന സ്ഥാനം കൊണ്ടാണ് പ്രസക്തമാകുന്നത്. ഈ ദ്വീപ് ശൃംഖലയുടെ തെക്ക് വടക്ക് ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന 2 പ്രധാന കടൽപ്പാതകളുണ്ട്. പശ്ചിമേഷ്യയിലെ ഏദൻ ഉൾക്കടലിനും ഫോർമൂസ് ഉൾക്കടലിനും തെക്കുകിഴക്കൻ ഏഷ്യയിലെ മലാക്ക കടലിടുക്കിനും ഇടയിലുള്ള സമുദ്ര വ്യാപാര പ്രവാഹത്തിന് ഈ കടൽപ്പാതകൾ ഏറെ നിർണായകമാണ്. മാലദ്വീപ് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കുള്ള ഒരു ടോൾ ഗേറ്റായാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് മാലദ്വീപിനെ അങ്ങനെയങ്ങ് ഉപേക്ഷിക്കാൻ പറ്റാത്തത്. ഇന്ത്യയുടെ തട്ടകത്തിൽ കയറി ചൈന കളിക്കാൻ നോക്കുമ്പോൾ അവരുടെ തട്ടകത്തിൽ പോയി പണി കൊടുക്കുക എന്നല്ലാതെ ഇന്ത്യയുടെ മുന്നിൽ വേറെ വഴികളില്ല. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ചൈനയുടെ ഉമ്മറത്ത്, അതായത് തെക്കൻ ചൈന കടലിൽ തന്നെ ഇന്ത്യൻ നാവികസേനയുടെ 3 കപ്പലുകൾ നങ്കൂരമിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ ഫിലിപ്പീൻസിന് ബ്രഹ്മോസ് മിസൈലുകൾ കൈമാറ്റം ചെയ്തതും ഇതിനോട് കൂട്ടി വായിക്കണം.